ഞങ്ങളുടെ വരണം കാണാല്ലേ ഗൈസ്. പക്ഷെ അതോടൊപ്പം നൊളിച്ച് അവിടെ തന്നെ നിന്നു. അപ്പം നൊളിച്ച് ഗൈസ്. ബാപ്പാന്റെ കാര്യം പറഞ്ഞേ. കുട്ടിമാമൻ ഇനി വന്ന് ഒരു വേഗത്തെ പോക്കാം. അപ്പൊ മഴയല്ലേ, വേഗം പോയിക്കോപ്പെടുന്നു. ഹലോ ഗൈസ്. എന്താ അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോണേ. ഫ്രണ്ടിന്റെ കല്യാണം നാളെ. അപ്പൊ കല്യാണത്തിന്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പരിപാടിക്ക് പോയി വരട്ടെ. അപ്പോൾ റാഷിൻ്റെ കല്യാണമാണ്. അപ്പം നിങ്ങൾ പോവട്ടെ, മാറ്റി സെറ്റ് ചെയ്യണു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളെ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ എല്ലാം മാറ്റി സെറ്റ് ചെയ്യണു. നമ്മളിനി എന്താ പറയുക, മൈലാഞ്ചിയൊക്കെ എടുത്തുകൊണ്ടാണ് മൈലാഞ്ചിയൊക്കെ ഇടാന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ചോക്കൂലല്ലോ, അലീന ഇട്ടിക്കണം. നന്നായിക്കണു. തീർച്ചടി സിർച്ചു വേണ്ട വേണ്ട വേണ്ട. ഇത് കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ക്ഷത എങ്ങനെയുണ്ടാ മോളെ? ഇത് നടുവത്ത് ഞാൻ ഇട്ട് കൊടുത്താണ് ഗൈസ്. ഞങ്ങള് ഇവിടെ എന്താ പറയാ, എന്തോ മരം നിൽക്കണം. അപ്പൊ ഗൈസ് ഞങ്ങള് റാഷിദ താത്താന്റെ കല്യാണത്തിന് പോവാണ്. അപ്പൊ റാഷിദ താത്താന്റെ കല്യാണം എന്നാണല്ലേ. അപ്പൊ ഞങ്ങൾ മാറ്റി സെറ്റ് ആയിക്കണം ഗൈസ്. നമ്മൾ അവിടെ ചെറുതായിട്ട് കരഞ്ഞൊക്കെ ചെയ്തു, സനില്ല. അപ്പോൾ ഞങ്ങൾ ചിരിച്ചളെ മാറ്റി സെറ്റ് ആയിക്കൊണ്ട് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മൈലാഞ്ചി കിട്ടണം. അജുമോൾ മൈലാഞ്ചി ചേർത്താ അജുമോൾ മൈലാഞ്ചി ഇട്ടുകൊള്ളു. ഞാനിതാ അവിടെ മൈലാഞ്ചി കിട്ടുകൊള്ളു. സെറ്റാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്ടാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഇതുവരെ പോകാൻ ഇതുവരെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയും. അപ്പോൾ ചെറുതായിട്ടൊരു മഴക്കൊരു കമ്മിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ഷതനെ കാത്തിക്കാൻ വേണ്ടി വന്നതായിരുന്നു. കുറേ നേരമായി വന്നിട്ട്. നല്ല മഴയാണ് ഗൈസ്. നമുക്ക് പതിയെ പോയേക്കാം. ചോറൊക്കെ പൊട്ടിച്ചിരിക്കണം ഗൈസ്. ക്ലാരിറ്റി കുറച്ച് കമ്മിയുണ്ട് കേട്ടോ. എന്ത് അപ്പോ ഇതിന് വന്നതിൻ്റെ അടിയിൽ കൂടെ ഫസ്റ്റ് ട്രിപ്പ് ചോറ് കളിൻ്റെപ്പോൾ നമ്മൾ എത്തിക്കണം. നമ്മൾ ഫോട്ടോസ് എടുക്കലും പിന്നെ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ലാസ്റ്റ് ട്രിപ്പായിട്ട് അവസാനത്തെ ട്രിപ്പിലാണ് നമ്മൾ രണ്ടാളും ഇരിക്കണത്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാണ്. അതിൻ്റെ ശേഷം ഞങ്ങൾ ചോറിനതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയാണ്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോകുമല്ലേ. റാഷിനെ തിരഞ്ഞിട്ട് കാണാനില്ല കേട്ടോ. ഓൾ ഈ നേരത്ത് ഫോട്ടോസ് എടുക്കാൻ എവിടേക്ക് പോയതാ, പെരുമയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അജിമോൾ എന്താ പല്ല് കുത്തിയാണ്, പല്ലൊക്കെ കുത്തിയാണ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓക്കെ എന്താ കാട്ടുണ്ടെന്ന് അറിയണില്ല. ഓളിങ്ങനെ പിടിച്ചാണ്ട് നിൽക്കണം. അങ്ങനെ റാഷീൻ ആരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മേലേക്ക് കയറി. മേലേക്കല്ല, ഞങ്ങൾ ഓളെ വീടിൻ്റെ കുറച്ച് മേലെ തന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. ഓളെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുക കേട്ടോ. ആൾക്കാർ ഒയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോയി ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റാഷിൻ്റെ കസിനാണ് കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മറന്നു പോയിട്ടപ്പോൾ. പിന്നെ ആണെങ്കിൽ പെരും മഴ കൊണ്ട് പെയ്തപ്പോൾ റാഷിനെ ആരും കാണാനില്ല കേട്ടോ. എല്ലാവരും ഞാൻ തപ്പി കാണാനില്ല. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ അതാ എൻ്റെ ബാക്കിലുണ്ട് എല്ലാവരും. ഡ്രസ്സൊക്കെ ആകെ നഞ്ഞൊലമ്പായിക്കണുള്ളൂ, വേറെ കാര്യം. അങ്ങനെ പിന്നെ റാഷി കുറച്ച് നേരമൊക്കെ ഞങ്ങളടുത്ത് നിന്നതിന് ശേഷം പിന്നെ ഓൾ സ്റ്റേജിലേക്ക് പോയി. ഓളെ ഫാമിലീസിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കറൻറ്റും പോയിട്ടാണ്. കറൻറ്റ് പോവാ വരേനു അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഓൾ ഉള്ളിലേക്ക് വന്ന് ഓളെ കെട്ടിയോനെ വിളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. നമുക്ക് പോകണ്ടേ, ഇവിടെ ഭയങ്കര മഴയാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഓല് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ വരും എന്നാണ് ഓള് പറഞ്ഞത്. അപ്പം നിങ്ങൾ ചെക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
മാറ്റിക്കൊണ്ടിരിക്കണല്ലോ. ഓളെ അങ്ങോട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേ. എന്താ പറയാനുള്ളത്? എന്താണ് ഇതെന്താ ഇതെന്താ ഇതോ തൊടരുതെന്നോ? ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീയാ? ആ ശരി. മേക്കപ്പ് മയത്തിക്കറങ്ങണ്ട അവളിങ്ങനെ ലംഘിക്കണോ? കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാനായി. പറയാനുള്ളത് റാഷിദാന്റെ കോഴിനെത്തി എനിക്കെന്താ പറയാ? ടിഷ്യൂ വേസ്റ്റ് ആക്കണ്ടെന്നൊക്കെ പറയാൻ പാടില്ലോ. ഇവള് കാര്യമില്ല. 2 ദിവസം മുന്നേ ഭയങ്കര വിഷമായിരുന്നു. അല്ലേ ഇപ്പൊ വിഷമില്ല. എന്നോട് പറയട്ടെ റാഷിദാത്ത നീ പോയാ നീ ചോദിച്ചു. ഞാൻ എന്താ ദുബായിക്കേറ്റാണ് എന്റെ അപ്പ പോയ മാതിരി. കുട്ടിമാമേനെ കുട്ടിമാമ അപ്പാനെ വിളിച്ചേ. എന്റെ അനിയനെ പറയുന്നത് ഞാൻ അപ്പാന്റെ കാര്യ പറഞ്ഞേ. കുട്ടിമാമേ ഇനി വന്ന് ഒരു വേഗം ഒറ്റ പോക്ക. അപ്പൊ മഴയില്ല, വേഗം പോയിക്കോ പറഞ്ഞു. പാടിയ എന്റെ നെസിന്റെ പോവില്ലേ വിളിച്ചേ. എടി വേണ്ടടി എന്നോട് പറഞ്ഞേ കേട്ടോ, നിങ്ങൾ ടിഷ്യൂ വേസ്റ്റ് ആവും, നിങ്ങൾ നൊരോടിച്ചു. ഞാൻ എന്തായാലും നൊരോടിച്ചെന്നാണ് പറയുന്നത്. ടിഷ്യൂ വേസ്റ്റ് ആവുന്നു അതോട് നോക്കണം, അല്ലാതെ ഞാൻ നൊരോടിച്ചില്ല കുടിച്ചെടുത്തത്. അങ്ങനെ നമ്മളെ ചെറുക്കൻ വന്നു. ചെറുക്കനെ കാണാത്ത മാതിരി റാഷിദ തലട്ട് നോക്കുകയാണ് കേട്ടോ. റാഷി മാത്രമല്ല എല്ലാവരും നോക്കണ്ട്. ഓളിങ്ങനെ ചെക്കൻ വന്നോ ഓളെ എക്സൈറ്റ്മെന്റിൽ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗ്രൂമാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു ഗ്രൂം എന്ന് പറയണമെന്ന്. അങ്ങനെ ഗ്രൂമാണ് നമ്മളെന്നാലും ചെറുക്കൻ എന്നാ പറയുള്ളൂ. ഓളെ കസിൻസൊക്കെ പാടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. പിന്നെ റാഷിയോളം അമ്മനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവട്ടെ. റാഷിക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം ഇല്ല എന്നാൽ അവൾ പുറത്ത് കാണിക്കണില്ല എന്നുള്ളൂ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് റാഷി പോവുകയാണ് കേട്ടോ. അതിൻ്റെ പിന്നാലെ നമ്മളും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയൊക്കെ സെറ്റായി എന്ന് കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടി നമ്മൾ പോവുകയാണ്. നമ്മളെ കൂട്ടത്തിൽ കുറച്ച് കുട്ടിപ്പട്ടാളംസ് ഉണ്ട്, ഓരൊക്കെ കൂട്ടിയാണ് നമ്മൾ പോവുകയാണ്. ഓളെ വീട്ടിൽ നിന്ന് കുറച്ച് മേലേക്ക് നടക്കാണ്ട് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിൽ കയറി വേഗം ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അസിമോൾക്ക് സൈഡ് സീറ്റ് വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധമായിന്. അങ്ങനെ ഞങ്ങൾ സൈഡ് സീറ്റിലൊക്കെ വന്നിരുന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല പുതിയാപ്പിളിൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് റാഷിദാൻ്റെ കൂടെ, നമ്മൾ പുതിയണ്ണീൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ അസിമോൾ ജനിച്ചിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പുതിയണ്ണീൻ്റെ കൂടെ ഒക്കെ പോകുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ കുട്ടിപ്പട്ടാളംസൊക്കെ ബാക്കിലുണ്ട്. അങ്ങനെ ഞങ്ങൾ യോയോ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ചാപ്പനങ്ങാടി പറങ്കുമുച്ചിക്കൽ ആ ഭാഗം കേട്ടോ ഓളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അസിമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ നീച്ചുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ എന്ന്. കുറേ ഞാൻ അവളെ വിളിച്ച് ഉണർത്താൻ നോക്കി, പക്ഷേ അവൾ ഉണർന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ, അവിടെ എത്തുമ്പോഴത്തേന് വിളിക്കാമെന്ന് കരുതി. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നടക്കണം കേട്ടോ, ഉള്ളിലേക്ക് കുറച്ച് നടക്കണം. വണ്ടി പോവും, മുറ്റത്തേക്ക് തന്നെ വണ്ടി പോവും. പക്ഷേ നമ്മൾ വണ്ടി അവിടെ വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പം ഇതാണ് റാഷിൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്. അങ്ങനെ എല്ലാവരും നമ്മളെ മുന്നുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ നടന്ന് അവസാനം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഹാളിൽ പോയിരുന്നപ്പോൾ ഈ 2 കുരുപ്പാളും യോയോ ഒക്കെ ഇട്ടുകാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റാഷിൻ്റെ ഇടവും വലവുമാണ് ഇവർ 2ആളും, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഭയങ്കര കമ്പനി കേട്ടോ, നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ തന്നെ കസിൻസാണ് ഇവർ. പിന്നെ ഈ 2 കുരുപ്പാൾ ഇവിടെ ബാക്കിയാണ് കേട്ടോ. ഇനി അടുത്തതുപോലെ കല്യാണം കഴിക്കാനും അങ്ങനെ ഓരോ ഫാമിലീസൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വർത്താനം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല് പുതിയാപ്പിളയും പുതിയണ്ണും വന്നിട്ടില്ല, ഇറങ്ങാട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്മ ചായ അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിരുന്നപ്പോൾ തന്നെ.
അങ്ങനെ ബ്രെഡും കുബൂസും കോയിൻസ് പൊറാട്ടയും പിന്നെ ചിക്കൻ എന്താ പറയുക കടായി പോലത്തെ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഫിയേനു ഇവള് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഓള് ഈ സമയത്ത് ഫുഡ് കഴിക്കണില്ല പറഞ്ഞിട്ട് ഓളൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, ഞങ്ങളല്ല ഞാൻ കഴിക്കുകയാണ്. കോയിൻസ് പൊറാട്ടയും കുറച്ച് ഗ്രേവിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പുതിയാപ്പിളയും പുതിയണ്ണും വന്നു. ഓല് പടപ്പറമ്പിൽ ഫോട്ടോസ് എടുക്കണ തിരക്കിലേന് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് ഓല് വരുന്നത് കേട്ടോ. അങ്ങനെ റാഷി കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഓളമ്മായിമ്മ ഉള്ളിലേക്ക് കയറ്റി ഞങ്ങടെ വരണം ആണല്ലേ ഗൈസ്. പക്ഷെ അത് ഓളപ്പം വിളിച്ചവിടെ തന്നെ നിന്നു. ഞങ്ങള് പോവാണ് കേട്ടോ. എന്താ പറയാനുള്ളേ രക്ഷിതത്വം വിളിച്ച് ഗൈസ്. ഷിംന ഞങ്ങളെ ആ വണ്ടിക്ക് വിളിച്ചു. ആ വണ്ടിയിലാണെങ്കിൽ തീരെ ശരിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോന്നപ്പോൾ തന്നെ ഒരു 6:20 ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമ്മളെ മറ്റേ വണ്ടി ഉണ്ടായിന്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ യാത്ര തണുപ്പും നല്ലൊരു വൈബേന് കേട്ടോ. പിന്നെ വണ്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മളെ ഡ്രൈവർ എന്ത് ചെയ്തു പമ്പിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളെ യാത്ര തുടരുകയാണ് ഗെയ്സ്. അതാ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം കഴിഞ്ഞോലും ഉറക്കം വരുന്നോലൊക്കെ ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ യോയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇതാണ് നമ്മളെ അനുവിനാകെ മടിയായിക്കണം കേട്ടോ നമ്മൾ വീഡിയോസ് എടുക്കുക. ഞാൻ ആദ്യമായിട്ടാട്ടോ ഓളെ വീഡിയോയിൽ ആഡ് ചെയ്യണതല്ല, നമ്മളെ ആദ്യമായിട്ടാണ് എനിക്ക് ഓളെ വീഡിയോയിൽ കിട്ടണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യോയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി നേരെ തിരിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ അത് അപ്പുറത്താണ് ഇരുന്നിരിക്കുന്നത് കേട്ടോ, എൻ്റെ അടുത്തല്ലേനു. പിന്നെ നമ്മൾ വീട്ടിലല്ല നമ്മളെ റോട്ടുമ്മൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റത്തെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയും മറ്റേ ഫ്രണ്ടും ഓളെ ഫ്രണ്ടും കൂടി പോവുകയാണ്. കണ്ടിട്ടേ ഇഷ്ടായി ഗൈസ്. 6:30 ഗൈസ്. റാഷിൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞപ്പോൾ റാഷിൻ്റെ അമ്മ ചോറ് ഉണ്ടായിക്കോന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ചോറ് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ടേ, അപ്പം ആ മരിക്ക് നമ്മൾ ചോറ് ഉണ്ടാവുകയാണ്. അവൾ പിന്നെ മുണ്ടെടുത്തോ. ഞങ്ങൾ ഇവിടുന്ന് ചോറൊക്കെ ആയിട്ട് ഞാനും സതിയും കൂടിയും പോവുകയാണ്. ഇനി കല്യാണം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി പെരീക്കുള്ള പരിപാടിയാണ് നമ്മൾ. നേരെ പോയാലോ? പൊന്തിച്ചു പിടിച്ചേ, ഡ്രസ്സ് പൊന്തിച്ചു പിടിച്ചേ, നടക്കേ മുണ്ടൊക്കെ ഇട്ട് റെഡി ആക്കണോ? ഇത് പൊന്തിച്ചു പിടിച്ചാൻ വേണ്ടിട്ട് കേട്ടു. നടക്ക, ചോറ് കൊള്ളാവേ, നടക്കടിയാണ്ട് പോയി. ഞങ്ങൾ കൊട ഉണ്ടാവട്ടെ ശത അവിടെ. ആ പാത്തുമ്മ ചളിയിലാക്കല്ലേ. പെരുമയത്ത് പോപ്പിക്കുടി ലക്ഷ്മളെ എന്നിട്ട് ഈ പോപ്പിക്കോട പിടിച്ചത് പോപ്പിക്കോട പിടിച്ചടി എത്തിങ്ങനെ ആ പിടിച്ചൂട്. അങ്ങനെ ഗൈസ് ഞങ്ങളെ വീട്ടിലെത്തി. കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റായി. എന്താ പറയാ, നല്ല മഴയേനു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ അടിപൊളി മഴ കിട്ടി ഇന്ന്, അടിപൊളി മഴ. ഇനി പിന്നെന്താ അവിടെ കുറച്ച് നേരമൊക്കെ മയക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടായിന് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ വൈകുന്നേരം ഈ ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല മഴ ചെയ്തിട്ടോ. ഞങ്ങൾ കൂടെയുള്ള ആൾക്കാരൊക്കെ ആകെ നനഞ്ഞ് കുളിച്ച് സീനായി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.